അഗസ്റ്റിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? മോനെ നോയലെ, സമ്മതാണെന്ന് പറയും. അച്ഛൻ ചോദിക്കുന്നത് കേട്ടല്ലേ? എനിക്ക് സമ്മതമാണ്. നോയലെ, എന്താടാ? എന്താ പ്രശ്നം? എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? ഡള്ളായിരിക്കുന്നേ. എന്ത് പറ്റി? പപ്പയോട് പറ. പപ്പ എന്തിനാ പള്ളിയിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തത്? അച്ഛൻ എന്തിനാ എന്നോട് സമ്മതാണെന്നൊക്കെ ചോദിച്ച് ആ പെൺകൊച്ച് ചെയ്താ? നോയലെ മോനെ, അത് നിന്റെ വൈഫാ. പപ്പ മമ്മയ്ക്ക് എങ്ങനെയോ മമ്മ പപ്പയ്ക്ക് എങ്ങനെയോ അതുപോലെ. വൈഫോ? അപ്പൊ ഇനി എവിടെ? ഇച്ചായാ ഇന്ന് വരും. ഇച്ചായനിപ്പോ ഇച്ചൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് ചെല്ലേ, അല്ലേ അമ്മച്ചി? എനിക്ക് ഫോണിൽ കളിക്കണം. ഞാൻ എങ്ങോട്ടും പോവില്ല. പിന്നെ ഇനിയ മോൾ എവിടെ? ആ പെങ്കൊച്ചിനോട് പോവാൻ പറഞ്ഞ് ആ പെങ്കൊച്ച് പോയി ഇനിയ മോള് വരും. എനിക്ക് ആ പെങ്കൊച്ചിനൊന്നും വേണ്ട. നോയില്ലേ, അങ്ങനെ പറയില്ലേ മോനെ. ആ കുട്ടി നിന്റെ വൈഫാ. ഇപ്പൊ പപ്പ അമ്മച്ചി നോക്കുന്നില്ലേ, അതുപോലെ നീ ആ കൊച്ചിനെ നോക്കണം. ആ കൊച്ചു പാവല്ലേ, നമ്മളെ വിശ്വസിച്ച് വന്നതല്ലേ. നീ ആ കുട്ടിയെ നോക്കേണ്ടത്. ചെല്ലെ, ആ കൊച്ചു തനിച്ചായിരിക്കും അവിടെ. ചെല്ലെ മോനെ. ആ, അമ്മച്ചി പറഞ്ഞോണ്ട് ഞാൻ പോവാ. പക്ഷെ എന്റെ ഇനിയ മോൾ എപ്പോ വരും? ഇനിയ മോള് വരും നോയില്ലേ? നോയലിനെ പറ്റി ഇനിയ മോൾക്ക് അധികം നാൾ ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നീ ചെല്ലെപ്പോ അങ്ങോട്ട്. ഒപ്പ താനെന്റെ വൈഫിയാണോ? താൻ എന്തിനാ എന്നെ ഒപ്പാന്ന് വിളിക്കുന്നേ? എന്റെ ഇന്നക്കുട്ടി മാത്രമേ വിളിക്കൂ. ഇന്നക്കുട്ടി ഒപ്പാന്ന് വിളിക്കുന്ന പോലെ ഈ വൈഫിയും കൂടി വിളിച്ചോട്ടെ ഒപ്പാന്ന്. ഇന്നിക്കുട്ടിക്ക് വിരോധമൊന്നുമില്ലെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒപ്പയ്ക്ക് വിരോധമുണ്ടോ? വൈഫിക്ക് എങ്ങനെയാണ് ഇന്നുട്ടിക്ക് വിരോധമില്ലെന്ന്? വൈഫ് ഇന്നുട്ടി കണ്ടിരുന്നോ? എന്നിട്ടെന്താ ഇന്നുട്ടി എന്നെ കാണാൻ വരാഞ്ഞേ? ഇനി വരും ഒപ്പ. ഒപ്പയുടെ അടുത്തേക്കല്ലാതെ ഇനി എവിടേക്ക് പോവാനാ? ഒപ്പനെ വിട്ട് ഒരിക്കലും ഇനി പോകത്തില്ല. ഉപ്പ് കിടക്കണില്ലേ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വന്നുണ്ട്. വൈഫി, ഗുഡ് നൈറ്റ്. ഒപ്പ സോറി ഒപ്പ. എന്നോണ്ട് ഓരോ വിവരക്കേട് കാരണല്ലേ ഒപ്പയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒപ്പ ഇനി ഈ കുട്ടി ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ ഒപ്പ. പറയുന്ന കേക്കടാ. ഇന്ത്യയിൽ നോക്കി നിൽക്കാടോ. വണ്ടി എടുത്ത് കേട്ടിട്ട് അവളെ നീ പോയി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. നോയില്ലേ? ഞാൻ പോവാ. ഡോക്ടർ, എന്റെ ഇനിയമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? 2 ദിവസമായി ഇതുവരെയായിട്ട് അവളൊന്ന് കണ്ണു തുറന്നിട്ടില്ല. പേടിക്കണ്ട. ആളുടെ ബ്രീതിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല, നോർമൽ തന്നെയാണ്. എന്നാലും എത്ര പെട്ടെന്ന് കണ്ണു തുറക്കും. ഡോക്ടറെ, സത്യമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ? കുഴപ്പമൊന്നുമില്ല. ആളിപ്പോൾ നോർമലാണ്. ഇന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നാളെ തന്നെ വാർഡിലേക്ക് മാറ്റാം. താങ്കൾ പേടിക്കാതിരിക്കൂ. ഓക്കെ? അമ്മച്ചി, ഒപ്പയുടെ വാവേ അവർ രണ്ടുപേരും കാണില്ലല്ലോ അമ്മച്ചി. അവർ വീട്ടിലുണ്ട് മോളെ. നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എവിടെയെങ്കിലും വേദനയുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. പപ്പ, എന്റെ മോൾക്കിപ്പോൾ സുഖമായില്ല. പപ്പയ്ക്ക് അത് മതി. എത്ര മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? പപ്പ എന്തിനൊക്കെ അറിയുന്നു? എനിക്കിപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഒപ്പ എവിടെ പപ്പ? എനിക്ക് ഒപ്പേനെ കാണണം. സന്തോഷം കൊള്ളാടാ. എന്റെ കുട്ടിക്ക് ഇപ്പൊ സുഖമായില്ലേ? ഞങ്ങള് രാവിലെ വീട്ടിലുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആവുമല്ലോ. വീട്ടിൽ പോയി കാണാം കേട്ടോ. ആരാ എന്നെ വീട്? വീട്ട് അമ്മച്ചി, ഇതാരാ? എന്നെ ഇന്ന് എവിടെ? ഞാൻ ഇങ്ങനെയാ പപ്പ. അമ്മച്ചി ഇതാണെന്തെങ്ങനെ?
ഇങ്ങനെ പറയുന്നത്? ചേച്ചി, നിനക്കന്ന് ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഇച്ചാനിങ്ങനെ ഇച്ചാൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകളൊന്നുമില്ല. ഒരു 12 വയസ്സുകാരുടെ മനസ്സ് മാത്രം ഇച്ചാനും. ആ മനസ്സിൽ നയന എന്ന ഞാൻ ഇച്ചാൻ്റെ പാവ കുഞ്ഞു പെങ്ങള്, ഇന എന്ന ഇന്നും നീ ചെറുതാ എന്നൊക്കെ നീ പറയുന്ന സോറി, ഞാൻ കാരണമല്ലല്ലോ. എന്നോ മോളെ, എന്തിനാ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത്? എല്ലാം ശരിയാവും. വിധി അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു വിളയാട്ടം നടത്തിയെന്ന് വിചാരിച്ചാൽ മതി. നീ സ്വയം കുറ്റപ്പെടുത്തല്ലേ മോളെ. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇനിയ നോയലിനോട് അടുക്കാൻ ശ്രമിക്കുന്നു. നോയൽ അവളിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നു. അത് അവളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയിരുന്നു. പാവം, ആ നോയലിന്റെ കുഞ്ഞു മനസ്സിൽ കുഞ്ഞു ഇനയുടെ മുഖം മാത്രമേ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഒരുപാട് വേദന നൽകിയിരുന്നെങ്കിലും അവനെ അങ്ങനെ വിട്ടുകളയാനോ വിട്ടുകൊടുക്കാനോ തയ്യാറായിരുന്നില്ല. അവസാനം അവൾ ഒരു തീരുമാനമെടുത്തു. എന്ത് ഇനിയുമോളെ നീ പറയുന്നത്? പപ്പ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. നോയിൽ ഒരിക്കലെങ്കിലും തിരിച്ച് അവന്റെ പഴയ നിലയിലേക്ക് വരുമെന്ന് എനിക്ക് അറിയില്ല. നിന്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. പപ്പ, ഒപ്പയ്ക്ക് ഇങ്ങനെയാവാൻ ഞാനല്ലേ കാരണം? എനിക്ക് ഒപ്പ എങ്ങനെയായാലും വിരോധമല്ല. ഒപ്പയുടെ ജീവിതകാലം മുഴുവൻ ഒപ്പയുടെ കൂടെ എനിക്ക് ഉണ്ടായാൽ മതി. ഞാൻ കാരണം സംഭവിച്ചത് ഒപ്പയ്ക്ക്. ഒപ്പയുടെ കൂടെ ലൈഫ് ലോങ് ഞാൻ ഉണ്ടാവണം. ഒപ്പ പപ്പ, പ്ലീസ് പപ്പ, ഒപ്പനെ വിട്ടുകളെ, എനിക്ക് പറ്റില്ല. ഇനി മോളെ, എനിക്കൊരു ജീവിതമേ ഉള്ളൂ. അത് നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പപ്പ വിചാരിക്കുന്നത്. നോയെന്ന് ഇച്ചാൻ പറഞ്ഞ പോലെ അവൾക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം അവൾ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് നടത്തിക്കൊടുക്കുന്നല്ലേ നല്ലത്. നോയല് അവളെ മനസ്സുകൊണ്ട് എന്തായാലും പെങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ല. നമുക്ക് വേണ്ടിയല്ലേ അവൻ അങ്ങനെ. അതുപോലെ തന്നെ ഇവളും അതെ, അവനെ സ്നേഹിച്ചിരുന്നു. നമുക്കങ്ങ് നടത്തിക്കൊടുക്കാം അച്ചായ. നോയല് അവൻ എൻ്റെ മോനും കൂടിയല്ലേ. അവൻ്റെ സന്തോഷം എനിക്ക് വലുത്. എൻ്റെ മോൻ്റെ സന്തോഷവും എനിക്ക് വലുത് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ മോളും. എന്തായാലും നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കുന്ന സന്തോഷമെങ്കിൽ പപ്പയ്ക്ക് ഒരു വിരോധമില്ല. പപ്പ, അമ്മച്ചി കരയാതടി പെണ്ണെ, എനിക്ക് ഈ മുഖം ചേരുന്നില്ല കേട്ടോ. അമ്മച്ചിക്ക് സന്തോഷമായടി. എൻ്റെ മോനെ നീ വിട്ടുകളഞ്ഞില്ലല്ലോ ഈ അവസ്ഥയിലും. നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കളിച്ച മനസ്സിന് ഒരുപാട് നന്ദിയുണ്ടടി. എന്തായാലും നിങ്ങളുടെ കല്യാണം വേഗം നടത്തണം. എനിക്ക് കിട്ടിയ ഭാഗ്യം വേറെ ആർക്കും ഉണ്ടാവില്ല. ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ മോള് എനിക്ക് മരുമകളായി തന്നെ വരിക അല്ലേ ചായ? ആ അതന്നെ അമ്മച്ചി. എൻ്റെ ഒരു കാര്യം കൂടി നോക്ക്, എൻ്റെ ചേച്ചി എനിക്ക് എന്നെ നാത്തൂനായിട്ട് വരാം. നാത്തും പോരി എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. ഞാനെങ്ങാനും ഇവിടെ അടുത്ത നാത്തും പോരി എടുത്താൽ ഇവളെന്നെ ചവിട്ടിക്കൂട്ടി മുക്കിലിടണ്ടേ? ആ ഭാഗ്യം എനിക്ക് ഇല്ലാതെ ആയിപ്പോയി. പോടി അവിടുന്ന്, നിനക്ക് ഞാൻ നാത്തും പോരി എടുത്തേരാടി. അപ്പ, എത്രയും പെട്ടെന്ന് അപ്പ ഞങ്ങളുടെ എല്ലാവരുടെയും പഴയ ഒപ്പയായിട്ട് മാറിയാൽ മതിയായിരുന്നു. ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തു. അയ്യോ, ഇങ്ങനെ കോളേജിൽ പോണ്ടേ? ഹായ് ടിയോ. ബ്രോ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താണ് ബ്രോയോ? എപ്പോ മുതല് കെട്ടാൻ പോകുന്നതിന് പേര് ബ്രോ എന്ന് വിളിക്കുന്നേ? കെട്ടാൻ പോകുന്ന ആളോ? ആര് തീരുമാനിച്ചു? ബ്രോ ഇതെന്തൊക്കെയായി പറയുന്നത്? നീ എല്ലാം മറന്നോ? നിന്നെ ആദ്യം ചുമ്മാ മറന്നു പോയോ? നീയല്ലേ എന്നെ കെട്ടില്ലെന്ന് പറഞ്ഞിരുന്നത്. ബ്രോ എന്താ ബ്രോ ബ്രോ, ഇതൊക്കെ മുന്നേ നടന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ ഞാൻ മറന്നുപോയി. അതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതല്ലേ. ബ്രോ, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ കല്യാണം കഴിക്കുന്ന താല്പര്യമില്ല. അപ്പനമ്മ ഏതാ പറയുന്നത് വെച്ചാൽ ആളെ കെട്ടും. അങ്ങനെ വല്ലതും വന്നാലേ അവനെ ഞാനങ്ങ് കൊല്ലും. എന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം, ശരിയാ. പക്ഷെ പിന്നെ നീ ആദ്യം പറഞ്ഞത് ആലോചിച്ചിരുന്നിട്ടാവാം എനിക്ക് നിന്നെ ഇഷ്ടം. ഞാൻ വേറെ ഒരുത്തരും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വീട്ടിലേക്ക് വരാൻ പോവാം നിന്നെ ആലോചിക്കാൻ വേണ്ടിയിട്ട്. നിന്റെ കാര്യത്തിൽ നിന്നെ കിട്ടുന്നത് ഞാനായിരിക്കും. ആര് പറഞ്ഞു? ഞാൻ പോവാ, ഒന്ന് മാറി.
എന്നാ കൂടിയ പഴയത് നീ മറന്നല്ലേ പറഞ്ഞേ. അപ്പോ ഞാൻ ഓർമ്മിപ്പിച്ചു തന്നതാ. ഇപ്പൊ പുതിയതൊന്നും ഇരിക്കട്ടെ. എന്നാലും ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്റെ വീട്ടുകാർക്ക് ചാടിയും മതിയെന്ന പ്രശ്നമല്ല കേട്ടോ. എന്റെ പൊന്നു, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രന്റെ വീട്ടുകാർ വന്ന് വിവരം പറയുമ്പോഴാ ഞാൻ ആകെ ഞെട്ടിപ്പോയി. എന്റെ നായിടമ്മയുടെ വാവേ അപ്പയോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. മാത്ര ഞാൻ ഞെട്ടിപ്പോയി. ചന്തു അവരിവിടെ എപ്പോഴും വരാറുള്ളതല്ലേ, എന്നിട്ട് പോലും നമ്മളിത് മനസ്സിലാക്കില്ലല്ലോ. ഇന്നു നിനക്കറിയാറുന്നില്ലടി ഇതൊക്കെ? അയ്യോട്ട് പിന്നമ്മജി, എനിക്കറിയത്തില്ല സത്യമായിട്ടും. എടി എപ്പോഴാണ് ഇതൊക്കെ? അയ്യോ ഇന്നുജി, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല സത്യമായിട്ടും. അമ്മജി പപ്പ മതി മതി പിള്ളേരെ അവളെ കളിയാക്കിയത്. ഫോട്ടോയിൽ കാണുമ്പോളെ എന്തായാലും എന്റെ മോളുടെ കല്യാണം ശരിയായില്ലേ. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് എനിക്ക് അതന്നെ സന്തോഷം. എന്റെ നോയില് അവൻ ശരിക്കിപ്പോ എല്ലാം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ചന്ദനാണ് ഓടിച്ചിട്ടടിച്ചത്. സോറി മക്കളെ, പപ്പ പെട്ടെന്ന് എന്നാലോചിച്ച് അങ്ങനെ പറഞ്ഞതാ. പപ്പയോട് ക്ഷമിക്കേ. ഇച്ചയ പോട്ടെ. എന്നോ നീ ചേച്ചേ നോയിൻ്റെ അടുത്ത് വിവരം പറയും. അവനെ മനസ്സിലാവില്ലെങ്കിലും അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്ക് പാവയുടെ കാര്യം. ഒപ്പ ഒപ്പ ഇത് എവിടെയാ? ഒപ്പ ഫുഡ് കഴിക്കായിരുന്നോ? വൈഫി വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ വാ, ഇരിക്കെ. ഇത് നല്ല ടേസ്റ്റാ. കഴിച്ചോ. ആ വൈഫിയുടെ കണ്ണിന് എന്തിനാ വെള്ളം വരുന്നേ? എരിവുണ്ടോ? ഇല്ല ഒപ്പ. ഒപ്പ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നുണ്ടാ. ഇത് കഴിക്കൊപ്പ. ഒപ്പ ഞാൻ ഒപ്പയുടെ ഒരു കാര്യം പറയാനാ വന്നേ. 2 ആഴ്ച കൂടി കഴിഞ്ഞാ നമ്മുടെ വാവയുടെ കല്യാണാ. കല്യാണോ? അതെന്താ? ആ, എനിക്ക് വൈഫിയെ കിട്ടിയ പോലെ ഭാവിക്കും വൈഫിയെ കിട്ടാൻ പോവാണല്ലേ? അയ്യോ ഒപ്പ, വൈഫിനല്ല കിട്ടാൻ പോകുന്നത്, ഹസ്ബൻഡിനെയാ. ഒപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ ചന്തു, ചന്തുവായിട്ടാ ഭാവിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ. എന്റെ ഇന്നും ഭാവി മാത്രമേ എനിക്ക് ഫ്രണ്ട്സ് ഉള്ളൂ. പിന്നെ വൈഫി എന്റെ ഫ്രണ്ടാ അല്ലേ? ഒപ്പയുടെ ഫ്രണ്ടാണോ ഈ വൈഫി? ഒപ്പ ഒപ്പ ഒപ്പയുടെ ഫ്രണ്ടിനെ കണ്ടാൽ മനസ്സിലാവും. ചന്തു ഒപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ചന്തു മാത്രല്ല കാർത്തിക്. ഒപ്പെന്താ ചെയ്യുന്നപ്പ? അത് പിന്നെ പപ്പ അമ്മച്ചിയോട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പൊ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു പപ്പ അമ്മച്ചീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഒപ്പ അത് ശരിയാ. ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്ത് പറ്റി വൈഫി? ഒന്നുമില്ല, ഞാനേ എന്തോ പണിയുണ്ട്. പപ്പ വരാവേ. കർത്താവേ ഈ കാത്തോടെ പിഞ്ചു മനസ്സിന് ഇങ്ങനത്തെ വിഷമം കുത്തി വെക്കണോ? പപ്പ അമ്മച്ചി. വൈഫി പോയല്ലോ. ഇനിയിപ്പോ ഞാൻ ആരുടെ കൂടെ കളിക്കും? ഇന്നോട് എന്താ ഇനിയും വരാത്തെ? വൈഫിയോട് അത് ചോദിച്ചില്ല. ചെറുക്കൻ്റെ ഒരു ലിപ്പ് നോക്കി ഇപ്പൊ കല്യാണം ചെയ്യാൻ തോന്നുന്നു. വർഷങ്ങൾ കുറയും തോന്നുന്നു ലിപ്പ് കട്ട് ചെയ്യില്ല. അവന് മൊത്തം സന്തോഷം കണ്ടല്ലേ? എന്താ അവന്റെ മുഖത്തിന് സന്തോഷം? എന്താ വെച്ചാ രജിസ്റ്റർ പോയി ഒപ്പിട്ട് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ അവളെ ഒട്ടി നിൽക്കുന്നതാവൻ. എപ്പോഴും അവൻ ഈ ലൈൻ വലിച്ചെന്ന് ഞാൻ അറിയാഞ്ഞത്. അറിയാഞ്ഞു നന്നായി. അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ ലൈൻ എപ്പോഴേ കട്ട് ചെയ്ത് വിട്ടേനെ. എനിക്ക് അറിഞ്ഞൂടെ തന്നെ. അച്ഛന്റെ മോളെ ഇത്ര വിശ്വാസല്ലേ? അത് നിങ്ങളുടെ ഏട്ടനല്ലേ അച്ഛാ? അയ്യോ, ഏട്ടനോട് സ്നേഹമുള്ള പൊന്നാര മോള്. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. നിന്നെ കൂട്ടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ മരുമകനായ കാർത്തിക് എന്റെ ഭർത്താവിനെ വിശ്വസിക്കാം. ദാറ്റ് ഈസ് റിയാലിറ്റി.
പപ്പ പപ്പ ഈ ഒപ്പേനെ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ ഇവിടെ കുറേ നോക്കുന്നു, കാണുന്നില്ലല്ലോ. ഇല്ലടാ, അവൻ നേരത്തെ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, അമ്മച്ചിയുടെ അടുത്ത് പോയിണ്ടോ? പപ്പ, ഞാൻ അമ്മച്ചിട്ടത്ത് നോക്കി. ഈ കല്യാണത്തിന്റെ തിരക്കിട്ട് ഞാനും ശ്രദ്ധിച്ചില്ല. കാർത്തികേട്ടാ. ആ, ഞാൻ കണ്ടിരുന്നടാ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നിന്റെ അടുത്തേക്ക് വരാമെന്നുള്ള പറഞ്ഞു, വൈഫിനെ കാണുമെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. എന്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഈ ഒപ്പരെവിടെ പോയോ എന്തോ. ഇന്നോ, നീ പേടിക്കാതിരിക്കും. അവൻ പുറത്തെവിടെയെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അകത്ത് നോക്കാം, നീ ചെല്ലേ. ആ, ഇവിടെ എത്ര വണ്ടികളാ! ഒരുപാട് വണ്ടിയുണ്ട്. ആ, ഇതിന് ഏതെങ്കിലും ഒന്ന് കയറി ഓടിച്ചു നോക്കിയാലോ? ആരും എനിക്ക് വണ്ടി ഓടിക്കാൻ തരാറില്ല. കയറി ഓടിച്ചു നോക്കാം. ആ, കീയൊക്കെ ഉണ്ടല്ലോ. എന്താ മോളെ, എന്താ പറ്റിയേ? പപ്പ, ഉപ്പ വണ്ടി എടുത്തിട്ടാ പോയത്. എനിക്ക് പേടിയാവുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉപ്പ വണ്ടി എടുത്തു കഴിഞ്ഞാ. നീ പേടിക്കാതിരിക്കേ. ഇടാ, നോക്കിക്കോ, വണ്ടി എടുക്കടാ കാർത്തികേ. ആ ശരി, നീ വേഗം വാങ്ങോ. എടാ, അവിടെ വണ്ടി കാണാനില്ലടാ. ഇവിടേക്ക് പോകുന്നോ? ദാ ആ ഭാഗത്തുനിന്നിടാ, അങ്ങനെ പോ. ഇതെന്താ, ആരാ അത്? എന്താ എനിക്ക് ഓർമ്മയിൽ വരുന്നത്? ഇന്ന്, അയ്യോ, അഗസ്റ്റ്യ, എന്താ ഇത്? റിലാക്സ്, കുഴപ്പമൊന്നുമില്ല. തൻ്റെ മോള് വലിയ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. തലയുടെ ബാക്കിൽ ചെറിയൊരു മുറിവേ ഇട്ടു. ഞങ്ങൾ എല്ലാ ടെസ്റ്റ് എടുത്ത് നോക്കി, ആൾക്ക് ഒരു കുഴപ്പമില്ല. കണ്ണു തുറന്നുണ്ട്, പോയി കാണാം. ഉപ്പ കണ്ണു തുറക്കപ്പോ ഉപ്പയുടെ വൈഫിയെ വിളിക്കുന്നു. ഉപ്പ വൈഫേ, ഉപ്പ എന്തോ ഉപ്പ ഇത്? എവിടേക്കൊക്കെ പോണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ പോരെ? ഞാൻ കൊണ്ടുപോയില്ലേ? ഉപ്പ വാക്ക് പറഞ്ഞതല്ലേ പപ്പ, അമ്മച്ചി നോക്കുന്ന പോലെ എന്നെ നോക്കിക്കോളാന്ന്. എന്നിട്ടല്ലേ ഈ മിന്നെ എൻ്റെ കഴുത്തിൽ കെട്ടിയത്. എന്നിട്ട് ഉപ്പ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ ഈ വൈഫിക്ക് ആരാണല്ലോ ഉപ്പ? ഒപ്പയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെ ഈ വൈഫ് ഇങ്ങനെ കരയുന്നേ? ഒപ്പ ഈ ഇവയെ വിട്ട് എവിടേക്ക് പോവില്ല. ഒപ്പയുടെ വൈഫിയല്ലേ. വൈഫിനെ ഈ ഹസ്ബൻഡ് എപ്പോഴെങ്കിലും തലച്ചാക്കാൻ തോന്നുന്നുണ്ടോ? എന്നിട്ട് ഈ ഷോക്കിന്റെ മീതെ ഒരു ഷോക്കും കൂടി ആവുമെന്ന് അറിയില്ല. എന്നാലും ഒപ്പ ഒരു കാര്യം ചെയ്യാൻ പോവാ. ആ, അതെ. ദൈവമേ, ഞാൻ എന്ത് കാഴ്ച കാണുന്നത്! ഓ, ഇവർക്ക് ഇറങ്ങേണ്ട ഒരു സമയം. എന്തോ നടന്ന് കണ്ടില്ലേ, നമ്മൾ വഴി തെറ്റി വന്ന വഴിപോക്കന്മാരാ. ഡോക്ടർ എല്ലാവരും പറഞ്ഞിരുന്നു, നിനക്കെല്ലാം ശരിയല്ലേ? നടക്ക്, നമുക്ക് പോവാം. അവ എന്ത് വിചാരിച്ച് കാണുമോ എന്തോ. അവരെന്ത് വിചാരിച്ചാലെന്താ? ഞാൻ നിന്നെ വീട്ടിൽ എന്റെ പെണ്ണല്ലേ. പിന്നെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് വാ, എല്ലാം കൂടി തരാം. എടാ, എങ്ങനെയാണ് എന്റെ ഭാവിയെ നീ കെട്ടിയത്? നിങ്ങൾ തമ്മിൽ എപ്പോഴും സെറ്റ് ആയത്? അത് പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ ഒരു കയ്യബദ്ധം. എന്ത് ദുർബല നിമിഷത്തിൽ? ഞാൻ നീയാണെന്ന് കരുതി അവളെ. അങ്ങനെ ഒരു ദുർബല നിമിഷം നീ ഞാനാണെന്ന് കരുതുന്നോ? നീ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന അവളെ സ്നേഹിക്കുന്ന? നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഇന്ന് എന്താടിയും പറയുന്നത്? എനിക്കറിയാം. ഞാൻ പറഞ്ഞു വെച്ചായ അന്ന് നിങ്ങൾ എല്ലാരും വീട്ടിൽ വന്ന ദിവസം. ഉമ്മിക്കുന്നതാണോടാ നിന്റെ കയ്യാബദ്ധം? പിന്നെ സ്വന്തം കൂട്ടുകാരന്റെ പെങ്ങോട് തന്നെ വേണോടാ അത്? നിന്നെന്ത് ഞാൻ കൊല്ലൂടെ പന്നി!
എടാ ഒരു അബദ്ധം പറ്റിപ്പോയതാ, നീയൊന്ന് കരുതിയിട്ടാ. അതറിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അവളോട് പ്രേമം ഉണ്ടായി. പ്ലീസ് എന്നൊന്നും ചെയ്യരുത്, അടുത്തേക്ക് വരരുത് പ്ലീസ് ഇട്ടാ. എന്നാ എന്റെ ഫസ്റ്റ് നൈറ്റ് കൂടെ നടന്നിട്ടില്ല, എന്റെ ആക്സിഡന്റ് നടന്ന കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു നൈറ്റാ, അതും കൂടി നീ കൊളവാക്കരുത്. നിനക്ക് ഒന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലടാ, നിന്റെ മാത്രല്ല നിന്റെയും കൂടി ആലോചിക്ക്. നിന്റെ ഫസ്റ്റ് നൈറ്റും കൂടി അല്ലേ നിന്റെ ഇന്ത്യയിലെ. നിന്നെ ഞാനിപ്പോ വെറുതെ വിടുന്നു, പിന്നെ ഞാൻ എടുത്തോളാം. എടീ അവന്റെ മകൻ എന്റെ ലാസ്റ്റ് നൈറ്റ് ആണെന്ന് വിചാരിച്ച്, പക്ഷെ എന്റെ ഫസ്റ്റ് നൈറ്റ് അന്ന് വാടി മോളെ വാടി. എന്താ അങ്ങനെ നോക്കുന്നേ? ഇപ്പോഴടി ഞാൻ ശരിക്കും നോയിലായിട്ട് എന്റെ ഇന്നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നിന്നെങ്ങനെ ശരിക്കും കണ്ടിട്ട് എത്ര നാളായി. സോറി അപ്പ, ഞാൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചേ. അന്ന് ഞാൻ അങ്ങനെ വണ്ടിയുടെ മുന്നിൽ ചാടിയില്ലായിരുന്നെങ്കിൽ. മതി പറഞ്ഞത്, ഞാനല്ലാത്തിനും കാരണം. നിന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാതിരുന്നല്ലേ. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി അങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും ഹാപ്പിയായി അങ്ങോട്ട് മനസ്സിലാക്കി പരസ്പരം എല്ലാം പങ്കുവെച്ച് ജീവിക്കാം, അല്ലേ ഇന്നു? അതെ അപ്പ, ഐ ലവ് യു അപ്പ. ഐ ലവ് യു ടു ഇന്നു. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് നൈറ്റ് ആക്കട്ടെ.